ഹായ് ഹലോ, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണേ. മറ്റൊന്നുമല്ല, ഇന്നാണ് എൻ്റെയും അമ്മയുടെയും ബർത്ത്ഡേ. ഞങ്ങളത് സെയിം ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോയി വരാമെന്ന് വിചാരിച്ചു, ഞാനും അമ്മയും മോനും കൂടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വിഷ്ണു ക്ഷേത്രത്തിൽ. അപ്പം എനിക്കിന്ന് ഓഫീസുണ്ട്. അപ്പം പ്രത്യേകിച്ച് ആഘോഷമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. മുന്നേ ഒക്കെ അമ്മ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ ബർത്ത്ഡേക്കാണ് പ്രാധാന്യം കൊടുക്കുക, രാവിലെ വെച്ച് എല്ലാ സദ്യയും പായസവും ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വലുതായതിന് ശേഷം ഞാൻ അതൊന്നും വേണ്ടാന്ന് പറയും. ഇങ്ങനെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനോട് എനിക്കത്ര താല്പര്യകക്ഷിയല്ല ഞാൻ. പക്ഷേ അമ്മയും കുട്ടി ഒന്ന് അമ്പലത്തിൽ പോയി വരാമെന്ന് വിചാരിച്ചു. മോനും ഉണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി വന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിലേക്കുള്ളത് കൊണ്ടുവന്നു. അപ്പം വിചാരിച്ചു ഇന്ന് മൊത്തം പുറത്തുനിന്ന് ആക്കാമെന്നുള്ളത്. അങ്ങനെ എനിക്കിന്ന് ഓഫീസിലും കൂടെ പോകാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയി വന്നു. പിന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ പുറത്തൊക്കെ പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. കാരണം മൊത്തം തിരക്കിലായതുകൊണ്ട് ഓഫീസിൽ കഴിഞ്ഞ് ജോബ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു ടൈമാവും. അപ്പോൾ അധികം പോകാൻ പറ്റാറില്ല. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു അമ്പലത്തിൽ പോകുന്നത്, മോനെയും കൂട്ടിയിട്ടൊക്കെ. ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ ഏട്ടനാണ് കേട്ടോ നമുക്ക് കേക്ക് വാങ്ങിത്തരാറ്. ഈ പ്രാവശ്യം കേക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കഴിച്ചു പോകും. അപ്പോൾ ഇനി ആ വെയിറ്റും കൂടെ കൂടിയിട്ട് ഇനി മെലിയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ പ്രാവശ്യത്തേക്ക് നമ്മൾ കേക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി എൻ്റെ വക ആയിക്കോട്ടെ ട്രീറ്റ്. നമുക്ക്, അതായത് ഞാൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് വരാമെന്ന് പറഞ്ഞു. സാധാരണ ബർത്ത്ഡേ ആണ് നമ്മളാണല്ലോ ട്രീറ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ അച്ഛന് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈവനിങ് ഞാൻ ഓഫീസൊക്കെ വിട്ട് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ടോപ്പ് ഫോമിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇത് വീട്ടിലൊരു ഉമ്മ കൊടുക്കൽ ചടങ്ങാണ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം മോന് ഇഷ്ടമുള്ള ഫുഡും നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പം നിങ്ങളെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാറ്? ഒന്ന് പറയാമോ?